വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി തൊഴിലാളികൾ. ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ മുഴുവനായും നൽകിയാൽ മാത്രമേ ഭൂമി വിട്ട് ഇറങ്ങാൻ കഴിയുള്ളൂ എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രി തറക്കല്ലിട്ടെങ്കിലും മന്ദഗതിയിലാണ് ടൗൺഷിപ്പ് പദ്ധതി നടക്കുന്നത്. അതേസമയം എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തി. 11 കോടി രൂപയാണ് തൊഴിലാളികൾക്കായി എസ്റ്റേറ്റ് മാനേജ്മെന്റ് നൽകാനുള്ളത്. എന്നാൽ ഇതുവരെയും തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി. ഞങ്ങൾ ആ പൈസ ഗവൺമെന്റ് ഞങ്ങൾക്ക് വാങ്ങി തരും, ഞങ്ങൾ കണക്കൂട്ടി. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്ത് ശരിക്കും പഠിക്കാൻ പറഞ്ഞാൽ മുതലാളി ഏൽപ്പിച്ച ശരിക്കും മുതലാളി ഞങ്ങൾക്ക് തരും വിശ്വാസമില്ല. കാരണം മുതലാളി ഞങ്ങൾ അങ്ങനെ വഞ്ചിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ പൈസ അവിടെ തരില്ല. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഗവൺമെന്റ് മുതലാളി വാങ്ങി ഗവൺമെന്റിന് പൈസ നിങ്ങൾ ഞങ്ങൾ കയ്യിൽ ഏൽപ്പിക്കും, ഞങ്ങൾ അയച്ച പൈസ. എന്നാൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. പക്ഷേ ഈ മുതലാളിന് നല്ല മുതലാളിക്ക് സുപ്രീം കോടതി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. മുതലാളി സുപ്രീം കോടതി ഒരു മുതലാളി പറഞ്ഞു സുപ്രീം കോടതി പോയ മുതലാളി എന്താണെന്ന് അറിയാം. ഈ കട ഇപ്പം ഞാൻ കോടതി കേസ് എടുത്ത കേസ് ഈ പൈസ ഞങ്ങൾക്ക് തരണം ആ പൈസ അല്ലേ. ആ കേസ് നടത്തി അയാൾ ഇനിയൊരു പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിലും ഞങ്ങൾ വടി പിടിപ്പിക്കൂലേ. ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലമാണ്. ഭൂമിയിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ട തൊഴിലാളികളുടെ വീട്ടിൽ നോട്ടീസ് പതിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. 11 കോടി രൂപയും തങ്ങൾക്ക് ലഭിക്കുവാനുള്ള മറ്റ് ആനുകൂല്യങ്ങളും സർക്കാർ ഇടപെട്ട് തങ്ങൾക്ക് നൽകണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ജനം, വയനാട്.